ഇലത്തുമ്പിൽ വിളമ്പാൻ നാരങ്ങാക്കറിയും മാങ്ങാക്കറിയും ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ അച്ചാറുകളൊക്കെ 2 ദിവസം മുമ്പേ തയ്യാറാക്കി വയ്ക്കണം. വിളമ്പുമ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ ഉണ്ടായിരിക്കും. ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു തിള വന്നിട്ടുണ്ട്. നമുക്ക് നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റോളം നാരങ്ങ അതിൽ കിടക്കണം. നാരങ്ങ വെന്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുറംതൊലി ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമുക്കത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി കുരുവെല്ലാം കളഞ്ഞതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നാൽ അതിന് കയ്പ്പ് കൂടും കേട്ടോ. 1 കിലോ നാരങ്ങയാണ് ഇവിടെ അച്ചാർ വയ്ക്കാൻ എടുത്തിരിക്കുന്നത്. പതിനഞ്ച് പച്ചമുളക് ഇവിടെ എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമുക്കൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കാന്താരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ ഉപ്പ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടി 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല നീരുള്ള നാരങ്ങയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കേണ്ടി വരും കേട്ടോ. ഇനി ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഇവിടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ മാത്രം ഞാൻ ഇട്ട് കൊടുത്തതാണ്. ബിരിയാണിക്കൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് മധുരം കൂട്ടി നിന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ ജ്യൂസൊക്കെ ഇറങ്ങി വരുന്നതിൻ്റെ കണക്കാക്കി വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. തിളപ്പിച്ചാറിയ വെള്ളം 3/4 ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്. നല്ലെണ്ണയിൽ കടുകും മുളകും ഇട്ട് ഒന്ന് മൂപ്പിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അര കപ്പ് നല്ലെണ്ണ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നാരങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാങ്ങാക്കറിയും കൂടെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. 1.5 കിലോ മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊള്ളുന്ന തവിയിൽ 3.5 തവി കാശ്മീരി മുളക് പൊടിയും 2 തവി സാധാരണ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇതിലൊക്കെ ചേർക്കുന്ന ചേരുവകളുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു കപ്പ് നല്ലെണ്ണയും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുക്കാൽ ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. സദ്യയിൽ വിളമ്പുന്ന മാങ്ങ അച്ചാറും ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുതേ.